അപ്പോൾ എങ്ങനെയാ നമുക്കൊരുമിച്ച് ബ്ലെൻഡർ പഠിക്കല്ലേ. സോ വെൽക്കം ടു എഫ്എക്സ് ആൻഡ് പൈ. ഇപ്പോൾ ഞാനൊന്ന് ശരിക്കും വിചാരിച്ച നമ്മളെ മെറ്റീരിയലിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ നോക്കാനായിരുന്നു, ഇങ്ങനെ കളർ ഇടയുന്നത്, ലൈറ്റിങ് കൊടുക്കുന്നതൊക്കെ. ബട്ട് അതിന് മുന്നേ നമുക്ക് എന്താക്കുക, ഈ ഒബ്ജക്റ്റ് മോഡ് ഒന്ന് ഫുൾ കവർ ചെയ്താളാം. കാരണം ഒബ്ജക്റ്റ് മോഡ് കവർ ചെയ്താൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് മോഡ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. അതിലുള്ള നമുക്ക് മെയിൻ കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തം കവർ ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ഇതിലേക്ക് എന്താക്കുക, നമുക്ക് മെറ്റീരിയൽസിൻ്റെ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ ആയിരിക്കും മെറ്റീരിയൽസ് ഉണ്ടാവുക. ഇന്ന് നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് മോഡായിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്താക്കാം, ഈ ഒബ്ജക്റ്റ് മോഡിൻ്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാം. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് മോഡിൻ്റെ നമുക്ക് ജസ്റ്റ് ലെഫ്റ്റ് തന്നെ തുടങ്ങാം. ഫസ്റ്റ് കാണുന്നതാണ് ഒരു വ്യൂ. അപ്പോൾ എന്താണ് വ്യൂവിൽ വരുന്നത് നോക്കാം. വ്യൂവിൽ കുറേ കാര്യങ്ങൾ കാണാം. ടൂൾ ബാറുണ്ട്, സൈഡ് ബാറുണ്ട്, അതിന് ഷോർട്ട് കട്ട്സ് കാണാൻ പറ്റും. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റാണ് ടൂൾ ബാറിൻ്റെ ഷോർട്ട് കട്ടാണ് ടി. നിങ്ങൾക്ക് ഈ ടൂൾ ബാറിൻ്റെ ഈ ഭാഗം അവിടെ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ടി ക്ലിക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ജസ്റ്റ് എന്താ വ്യൂ പോയാൽ ഈ ടൂൾ ബാർ ഓപ്പൺ ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂളിൻ്റെ ലൈക്ക് ഇപ്പോൾ ഒബ്ജക്റ്റ് മോഡാണ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ആയിരിക്കും ഈ സൈഡിൽ ഉണ്ടാവുക. ഓക്കെ, കേഴ്സർ ടൂളുണ്ട്, സെലക്ഷൻ ടൂളുണ്ട്, അങ്ങനെ പിന്നെ ഗിസ്മോസുകളും. ഓക്കെ, ഇനി നേരെ ജസ്റ്റ് അടുത്ത വീഡിയോ നോക്കുമ്പോൾ എന്താ കാണുന്നത്, സൈഡ് ബാറാണ്. അതിന് ഷോർട്ട് കട്ടാണ് എൻ. എന്നിൽ ഇതിൻ്റെ ഇവിടെ കൊണ്ടുപോകുന്ന ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് കൂടുതൽ കാണുക. ഈ ഇതിൻ്റെ ഒറിജിനും ഇതിൻ്റെ ഡയമെൻഷനും മൊത്തത്തിലുള്ള അതിൻ്റെ സ്കെയിലും എല്ലാത്തും ഈ ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കാണാം. ഇവിടെ എൻ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ എവിടെ പോവുക, ഇവിടെ പോവുക, സൈഡ് ബാർ ഓൺ ആക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് വ്യൂവിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. വ്യൂവിൽ ഇപ്പോൾ ഇനി കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഉണ്ടാവും ലോക്കൽ വ്യൂ. അപ്പോൾ എന്താ ലോക്കൽ വ്യൂ നോക്കാം. അപ്പോൾ ജസ്റ്റ് ലോക്കൽ വ്യൂ നോക്കണമെങ്കിൽ എന്താക്കുക, വേറൊരു മെഷ് കൂടെ കൊണ്ടുവരാൻ പോവുകയാണ്. വേറെ മെഷ് കൊണ്ടുവന്നാൽ ഷിഫ്റ്റ് എ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തൽക്കാലം ഒരു UV സ്പിയർ കൊണ്ടുവന്നു, ജി ക്ലിക്ക് ചെയ്ത് മാറ്റി വെച്ചു. ഞാൻ ഷിഫ്റ്റ് വന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എന്താക്കി ബാക്കിയുള്ള വേറൊരു കോൺ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ 3 മെഷ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു മെഷ് മാത്രം എന്താക്കണം, എനിക്ക് ഐസൊലേറ്റ് ചെയ്ത് കാണണം. അത് മാത്രം കണ്ടാൽ മതി. അതിനാണ് എന്താക്കുക, ഈ സ്ലാഷ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, അത് ക്ലിക്ക് ചെയ്താൽ അത് മാത്രമേ കാണുള്ളൂ, ബാക്കിയൊക്കെ ഡിസപ്പിയർ ആവും. അപ്പോൾ അതാണ് എന്താ നമ്മളെ വ്യൂവിൽ കാണുന്ന ഏത് ലോക്കൽ വ്യൂ. അത് തിരിച്ചുകൊണ്ട് വരണമെങ്കിൽ ജസ്റ്റ് നംപാഡിനെ ക്ലിക്ക് ചെയ്താൽ മതി, സ്ലാഷിനെ ക്ലിക്ക് ചെയ്താൽ മതി, തിരിച്ചു വരാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ലൈക്ക് ക്യാമറാസ്. സെലക്ട് ആക്റ്റീവ് ക്യാമറ ആസ് ഒബ്ജക്റ്റ് ഉണ്ട്, സെലക്ട് ആക്റ്റീവ് ഒബ്ജക്റ്റ് ആസ് ക്യാമറ ഉണ്ട്, ആക്റ്റീവ് ക്യാമറയുണ്ട്. എന്താ ചെക്ക് ചെയ്യാം. അപ്പോൾ നിലവിലിപ്പോൾ ഒരു ക്യാമറ ആണുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താക്കുക, എനിക്ക് ക്യാമറയിൽ കൂടെ കാണുന്ന വ്യൂ ആണ് ഈ ശ്രദ്ധിക്കണം, ഈ ക്യാമറയിൽ കൂടെ കാണുന്ന വ്യൂ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടും, റെൻഡർ ചെയ്ത് കിട്ടുന്നത്. നിങ്ങൾ ഈ കാണുന്ന വ്യൂ ആയിരിക്കില്ല കിട്ടുക. നമുക്ക് ഇപ്പോൾ ഇതിൽ എന്താണ് നോക്കുക, 0 ക്ലിക്ക് ചെയ്താൽ വ്യൂ കാണാൻ പറ്റും. ഈ വ്യൂ ആയിരിക്കും എന്താക്കുക, നിങ്ങൾ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് വരിക. അപ്പോൾ ഈ വ്യൂ കാണണമെങ്കിൽ എന്താണ് 0 ജസ്റ്റ് നംപാഡിൽ 0 ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ചെക്ക് ചെയ്താൽ കാണാം, ക്യാമറയിൽ പോയാൽ സെറ്റ് ആക്റ്റീവ് ഒബ്ജക്റ്റ് ആസ് ക്യാമറ. അതെന്താ ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ വേറൊരു ക്യാമറ കൊണ്ടുവരാണ്. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ ജസ്റ്റ് ഷിഫ്റ്റ് ഡി ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതാ ഇപ്പോൾ 2 ക്യാമറ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വ്യൂ ഞാൻ ജസ്റ്റ് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ 0 ക്ലിക്ക് ചെയ്താൽ എനിക്ക് എന്താക്കുക, ഇതിലെ വ്യൂ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ക്യാമറയിൽ വ്യൂ കാണണമെങ്കിൽ എന്താക്കുക, ഈ ക്യാമറ സെലക്ട് ചെയ്തിട്ട് Ctrl 0 ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, അപ്പോൾ നമുക്ക് ആ വ്യൂവിലുള്ള കാണാൻ പറ്റും. ഇനി തിരിച്ചതിലേക്ക് വരണമെങ്കിൽ Ctrl 0 ക്ലിക്ക് ചെയ്താൽ കണ്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഇപ്പോൾ ക്യാമറ മാത്രമല്ല, ജസ്റ്റ് ആ മെഷ് എടുത്ത് കാണിച്ചിട്ട് Ctrl 0 കൊടുത്താൽ ആ മെഷ് ആയിരിക്കും പിന്നെ നമ്മളെ ക്യാമറേൻ്റെ വ്യൂ. കണ്ടോ, ആ മെഷ് ആയിരിക്കും നമ്മളെ വ്യൂ. ഞാൻ Ctrl 0 ക്ലിക്ക് ചെയ്താൽ തിരിച്ച് വരാം. തിരിച്ചെന്താക്കി ക്യാമറനെ സെലക്ട് ചെയ്തു, Ctrl 0 ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ എന്താക്കുക, നമുക്ക് വേണ്ട മെഷോ ക്യാമറ എന്തായാലും കിട്ടും, നമുക്ക് അതിൻ്റെ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ക്യാമറ തന്നെയായിരിക്കും. ആൻഡ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് 0 പറഞ്ഞാൽ ജസ്റ്റ് 0 ക്ലിക്ക് ചെയ്താൽ എന്താക്കുക, ക്യാമറ വ്യൂ കാണാൻ പറ്റും. ജസ്റ്റ് Ctrl 0 ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട മെഷ് എന്താക്കുക, അതിലെ വ്യൂ ആയിട്ട് കാണാൻ പറ്റും. ആണല്ലേ. ഓക്കെ ഓക്കെ ഇനി അടുത്ത വ്യൂവിലെ ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. ഇനി എല്ലാം ഫ്രെയിം സെലക്റ്റഡ്. എന്താണ് ഫ്രെയിം സെലക്റ്റഡ് നോക്കാം. ഞാൻ ഇപ്പോൾ ഈ എൻ്റെ മൗസ് ഇങ്ങനെ ഹോവർ ചെയ്യുമ്പോൾ ഈ സ്ക്വയറിന് റിലേറ്റീവ് ആയിട്ടാണ് ഇങ്ങനെ ഇതിന് ചുറ്റുമാണ് നമുക്കിങ്ങനെ ഓറിയൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. കണ്ടില്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താക്കാം, ഇത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് നംപാഡിൽ ഡോട്ടില്ലേ
ഈ ഡോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, ഇപ്പം എന്താക്കുക, നമ്മളെ ക്യാമറ ജസ്റ്റ് ഓറിയൻറ്റ് ചെയ്ത് എന്താ ഈ കോണിന് റിലേറ്റീവ് ആയിട്ടാണ്. കണ്ടോ, അപ്പോൾ ഇതാണ് എന്താ നമ്മളെ വ്യൂവിലെ ഫ്രെയിം സെലക്ട്. ഈ ഫ്രെയിം ഹോൾ പറഞ്ഞാൽ എന്താ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ബാക്കിയുള്ളത് ഒഴിവാക്കണമെങ്കിലാണ്, ഇത് ഒഴിവാക്കണമെങ്കിൽ ജസ്റ്റ് ഫ്രെയിം ഹോൾ കൊടുത്താൽ മതി. ഇനി അടുത്ത് എന്താ ജസ്റ്റ് വ്യൂവിൽ പോയാൽ കാണാൻ പറ്റുന്നതാണ് പെർസ്പെക്റ്റീവ് ആൻഡ് ഓർത്തോഗ്രാഫിക്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒന്നുകൂടി പറയാണ്. ഇതിപ്പോൾ നമ്മൾ നിലവിൽ നമ്മൾ അധികം മോഡലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മെഷർമെൻറ്റ് കറക്റ്റായി അളന്ന് ചെയ്യണമെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ പറഞ്ഞാൽ ഓർത്തോഗ്രാഫിക് വ്യൂ ആണ്. പക്ഷെ ഇപ്പോൾ ഉള്ളത് പെർസ്പെക്റ്റീവ് വ്യൂ ആണ്. ഒരു സാധാരണ മനുഷ്യൻ കാണുന്ന ഒരു വ്യൂ ആണ് പെർസ്പെക്റ്റീവ് വ്യൂ. അല്ലാണ്ട് വലിയ ഒരു ബിൽഡിങ്സോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് അറിയണം. അത് നമ്മൾ യൂസ് ചെയ്യുന്ന പെർസ്പെക്റ്റീവ് വ്യൂ ആണ്, ഓർത്തോഗ്രാഫിക് വ്യൂ ആണ്. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നംപാഡിൽ 5 ക്ലിക്ക് ചെയ്താൽ മതി. മേ ബി നിങ്ങളെ ലാപ്ടോപ്പിൽ ഈ സെൻറ്റർ കാണുന്ന നംപാഡ്സ് അല്ല, നമ്മൾ നംപാഡ് വേറെ തന്നെ സെപ്പറേറ്റ് ആയി കിടക്കുന്ന നംപാഡിന് യൂസ് ചെയ്യണം. എന്നാലും നമുക്ക് ഈ ഓർത്തോഗ്രാഫിക് വ്യൂ മാറാൻ പറ്റുള്ളൂ. ഇനി അത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്താക്കുക, ഇവിടുത്തെ ഇത് യൂസ് ചെയ്താലും മതി. കണ്ടോ, ഇതിപ്പോൾ നിലവിലുള്ളത് ഓർത്തോഗ്രാഫിക് വ്യൂ ആണ്. കണ്ടോ, ഇതിൻ്റെ ഇപ്പോൾ സൂം ചെയ്ത് പോയാലും ഇതിന് ഒരു ഫോർമേഷൻ ഒന്നും വരുന്നില്ല, ജസ്റ്റ് ചേഞ്ച് ആവുന്നില്ല. കണ്ടില്ലേ? പക്ഷേ ഇത് പെർസ്പെക്റ്റീവിലാണ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പ്രശ്നം എന്നല്ല, നമുക്ക് ഇത് വേറെ തന്നെ വ്യൂ ആണ്. ലൈക്ക് അടുത്തെത്തുമ്പോൾ ഇതിൻ്റെ ഇത് കൂടുന്നുണ്ട്, ലൈക്ക് സൈസ് കൂടുന്നുണ്ട്. ബട്ട് ഓർത്തോഗ്രാഫിക്കിൽ വരുമ്പോൾ എന്താ രണ്ടും സെയിം ആണ്. കണ്ടോ, ചേഞ്ച് കാണിച്ചാൽ ഇതല്ല നമ്മളെ വ്യൂ പോലെയാണ്. ബാക്കത്തെ ആ സ്പിയർ ചെറുതായിട്ടാണ് കിടക്കുന്നത്. ബട്ട് ഓർത്തോഗ്രാഫിക്കിൽ നോക്കിക്കൊണ്ട് കണ്ടോ രണ്ടും സെയിം സൈസാണ്. ഇതാണ് വ്യത്യാസം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ജസ്റ്റ് വ്യൂവിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് വ്യൂ പോയിൻറ്റ്. നമുക്ക് ഇപ്പോൾ മോഡലൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ കണ്ടു വരും, ബോട്ടം വ്യൂ കണ്ടു വരും. അതൊക്കെ നോക്കാനുള്ള ഷോർട്ട് കട്ടാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് 1 ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഫ്രണ്ട് വ്യൂയുടെ നേരെ ഓപ്പോസിറ്റിൽ ചെയ്താൽ വൈറ്റ് ആണ്. ഇപ്പോൾ ഇത് കാണാനുള്ള ഷോർട്ട് കട്ടാണ് Ctrl 1. അപ്പോൾ Ctrl 1 അടിച്ചാൽ നമ്മൾ ഫ്രണ്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ബാക്ക് വ്യൂ കാണാൻ പറ്റും. ഇനി എന്താക്കുക, ഇതിൻ്റെ ടോപ്പ് വ്യൂ കാണണം. ടോപ്പ് വ്യൂ എന്താ ഇപ്പോൾ ഇതാ വയലറ്റ് കളറാണുള്ളത്. അപ്പോൾ ടോപ്പ് വ്യൂ കാണാനുള്ള ഷോർട്ട് കട്ടാണ് 7. ഇപ്പോൾ 7ൻ്റെ നേരെ ടോപ്പ് വ്യൂവിൻ്റെ നേരത്തുള്ള ബോട്ടം വ്യൂ കാണണമെങ്കിലോ Ctrl 7. ഒക്കെ ഇതിനോട് കൺട്രോൾ അടിച്ചാൽ മതി. ഇപ്പോൾ സാമ്പിൾ പറഞ്ഞാൽ 1 പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണ്, Ctrl 1 പറഞ്ഞാൽ ബാക്ക് വ്യൂ ആണ്. ഇപ്പോൾ 7 പറഞ്ഞാൽ ടോപ്പ് വ്യൂ ആണ്, Ctrl 7 പറഞ്ഞാൽ ബോട്ടം വ്യൂ ആണ്. അപ്പോൾ അതാണ് ബേസിക് ഇതിൻ്റെ ലോജിക്ക് പറഞ്ഞാൽ. ഇപ്പോൾ 3 അടിച്ചാൽ ഏത് വ്യൂ ആണ്? ഇപ്പോൾ ചെക്ക് ചെയ്താൽ 3 അടിച്ചാൽ അല്ല റൈറ്റ് വ്യൂ. അപ്പോൾ Ctrl 3 അടിച്ചാലോ ലെഫ്റ്റ് വ്യൂ ആയി. ഇനി നമുക്ക് ഓറിയൻറ്റ് ചെയ്യാനും പറ്റും കേട്ടോ, അങ്ങനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 4, 6, 8 and 2 ആണ്. 4 ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ കണ്ടോ, അങ്ങനെ ജസ്റ്റ് നമുക്ക് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവാം. 6 ആണെങ്കിൽ ഇങ്ങനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. 8 ആണെങ്കിൽ ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. 2 ആണെങ്കിൽ ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് വ്യൂ പോയിൻറ്റ് ചെക്ക് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്സ് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കിയത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എന്നാലും നമുക്ക് വർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യുമ്പോൾ എഡിറ്റിംഗ് ഒക്കെ ഒരു ഫാസ്റ്റിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ മോഡലിംഗ് ചെയ്യുമ്പോൾ. ഓക്കെ നമ്മൾ തൊട്ടടുത്തുള്ള ഈ സെലക്ട് പറഞ്ഞ സംഭവം നോക്കാം. അപ്പോൾ ഇതിൽ ഏകദേശം കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ലാസ്റ്റായി പറയാനുള്ള പ്ലേ ആനിമേഷൻ ആണെങ്കിൽ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആനിമേഷൻ എത്തുമ്പോൾ കറക്റ്റ് പറഞ്ഞുതരാം. ഇനി അടുത്തതാണ് സെലക്റ്റിൽ എന്തൊക്കെയാണ്? ക്ലിക്ക് ചെയ്താൽ നമ്മളിതിലുള്ള എല്ലാ സംഭവങ്ങളും ക്യാമറയും ലൈറ്റും ഒബ്ജക്റ്റ് അടക്കം നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ബാക്കിയുള്ള പോലെ തന്നെ സെലക്ട് ചെയ്യുന്ന ഈ സെലക്ഷനൊക്കെ ഒഴിവാക്കണമെങ്കിൽ എന്താ ക്ലിക്ക് ചെയ്ത് ആൾട്ട് ക്ലിക്ക് ചെയ്താൽ സെലക്ഷൻ ഒഴിവാകും ചെയ്യും. ജസ്റ്റ് നിങ്ങൾക്ക് ഇതായി നോക്കി പഠിക്കാൻ തന്നെയാണ് കുറേ കാര്യങ്ങളും. പിന്നെ കൺട്രോൾ ആയി പറഞ്ഞാൽ ഇൻവേർട്ടാണ്. ഞാൻ ജസ്റ്റ് ഇതാ ഈ ക്യാമറ വെച്ച് ബാക്കിയൊക്കെ സെലക്ട് ചെയ്തു. ഇനി നേരെ തിരിച്ച് എനിക്ക് ഓപ്പോസിറ്റാണ് ഇതിൻ്റെ വേണ്ട വിചാരിച്ചപ്പോൾ ജസ്റ്റ് കൺട്രോൾ ആയി കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ ആ ക്യാമറ മാത്രം സെലക്ട് ആയി, ബാക്കിയൊക്കെ അൺസെലക്ട് ആയി. ഇതാണ് ബേസിക്കലി സെലക്ഷൻ്റെ ഇൻവേഴ്സ്. പിന്നെ ബോക്സ് സെലക്ട് ഉണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് ഡീറ്റെയിൽ ആയി അറിയണമെങ്കിൽ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ട്, അതിലുണ്ടാവും സെലക്ഷൻ പറഞ്ഞ ഓപ്ഷൻസൊക്കെ. അപ്പോൾ അതിൽ കാണാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വിട്ടോയ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ സെലക്റ്റിലെ ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ. പിന്നെ സെലക്ട് മോർ ഓർ ലെസ് ഒക്കെ നമ്മൾ കുറച്ചൊരു എഡിറ്റ് മോഡിൽ എത്തുമ്പോൾ കുറച്ചൊരു മനസ്സിലാവുക. അത് നമുക്ക് എഡിറ്റ് മോഡ് പഠിക്കുമ്പോൾ നോക്കാം. നമ്മളിപ്പോൾ കവർ ചെയ്യുന്നത് ഒബ്ജക്റ്റ് മോഡാണ്. ഓക്കെ. വേണമെങ്കിൽ ജസ്റ്റ് സെലക്ട് റാൻഡം എന്ന് പറഞ്ഞു നോക്കാം. സെലക്ട് റാൻഡം പറഞ്ഞാൽ കണ്ടോ റാൻഡായിട്ടുള്ള ഒരു നമുക്ക് ഇതിലിപ്പോൾ കുറേ 3 സ്ക്വയറും ഒരു ലൈറ്റും 2 ക്യാമറയും ഉണ്ട്. ഇപ്പോൾ സെലക്ട് പോയിട്ട് ജസ്റ്റ് സെലക്ട് റാൻഡം കൊടുത്താൽ റാൻഡായിട്ടുള്ള ഒബ്ജക്ട്സുകൾ സെലക്ട് ചെയ്ത് തരും. ഓക്കെ.
അപ്പോൾ ആക്ച്വലി ഞാൻ വിചാരിച്ചത് നമ്മളെ ഗ്ലാസിൻ്റെ ട്യൂട്ടോറിയലായിരുന്നു, അതിൻ്റെ ബാക്കിയുള്ള കളർ മെറ്റീരിയൽസ് ലൈറ്റിംഗ് ഒക്കെ പറയാമെന്നായിരുന്നു. ബട്ട് ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ഒബ്ജക്റ്റ് മോഡ് ക്ലിയർ ആയിട്ട് ഡീപ്പായി പഠിച്ചാലേ ഉള്ളൂ ഇനി വരുന്ന എൻ്റെ ട്യൂട്ടോറിയൽസ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്താക്കുക, ഇനി വരുന്ന 3-4 എപ്പിസോഡുകൾ ഒബ്ജക്റ്റ് മോഡിന് ഫോക്കസ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ആയിരിക്കും. കാരണം അത് കവർ ചെയ്താൽ പിന്നെ വരുന്ന മോഡലിംഗ് ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചാൽ സെലക്ട് വരെയാണ്. ഇനി ബാക്കി എന്തൊക്കെയുണ്ട്, ആഡ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, ഈ ട്രാൻസ്ഫോം ഓറിയൻറ്റേഷൻ ഉണ്ട്, പിവറ്റ് പോയിന്റ്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഓരോ ചെറിയ ചെറിയ എപ്പിസോഡ്സ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെന്താ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാനും പറ്റും. കാരണം ലോങ് ഡ്യൂറേഷനിൽ ട്യൂട്ടോറിയൽ ഇട്ട് കാര്യമില്ല. അപ്പോൾ എന്താക്കാൻ ചെറിയ ചെറിയ എപ്പിസോഡ്സ് കാണുക, ഡൗട്ട്സുകളൊക്കെ കമൻസിൽ പറയുക. എനിക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ പറ്റുന്ന പോലെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ എന്താക്കാം, നമ്മൾ കമൻസിലൊക്കെ അറിയുന്നവരെ ഷെയർ ചെയ്യുക. നമുക്ക് എന്താക്കാം, ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, സോ സീ യു സൂൺ ആൻഡ് താങ്ക് യു. ഓക്കെ, ജസ്റ്റ് പോകുന്ന മുന്നേ എനിക്ക് ഇന്നലെ ജസ്റ്റ് കഴിഞ്ഞ വീഡിയോസിൻ്റെ കമൻസിൽ വന്ന് ഡൗട്ടായിരുന്നു എങ്ങനെ മെഷ് ജോയിൻ ചെയ്യാന്നുള്ളത്. നോർമലി നമ്മൾ ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ ഷിഫ്റ്റേ കൊടുത്തിട്ട് നമ്മൾ തൽക്കാലം 2 സിലിണ്ടർ കൊണ്ടുവരാണ്. സിലിണ്ടർ കൊണ്ടുവന്നു, ഷിഫ്റ്റിലേക്ക് കൊടുത്തു, R&X ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് അതിൽ ഇങ്ങനെ പൊസിഷൻ ചെയ്ത് വെക്കുകയാണ്. ഞാൻ S&Y ക്ലിക്ക് ചെയ്താൽ ഇതിൽ മാത്രം എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെനിക്ക് ജോയിൻ ചെയ്യണം. നോർമലി നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുക, ജസ്റ്റ് 2 ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+J അടിച്ചാൽ മതി. ഇനി പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഇതിന് ടോപ്പോളജി ഇതിൻ്റെ അത്ര ബെറ്റർ ആയിരിക്കില്ല. നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ആനിമേഷൻ ചെയ്യുമ്പോൾ അത് ഈ ടോപ്പോളജി എന്താ അങ്ങനെ ലൈക്ക് ഒരു കണക്ഷൻ ഇല്ലാത്ത കാരണം മൂലം ഡിഫോർമേഷനൊന്നും നല്ല നടക്കില്ല. അപ്പോൾ അത് എന്താ ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്ന Ctrl+J ആണ്. ബട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് വേറെ തന്നെ ഒരു മെത്തേഡാണ്. കുറച്ചുകൂടി ടോപ്പോളജി ഒക്കെ നല്ല സ്മൂത്തായി വരുന്നൊരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് കുറച്ച്, കാരണം ഇത് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഇത് ഡൗട്ട് ചോദിച്ച ആൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓക്കെ, പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ടു വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ നമുക്ക് ബൂൾ ടൂൾ ആഡ് ഓൺ ആക്കണം. അതെവിടെ ഉണ്ടാവുക, എഡിറ്റ് പോവുക, പ്രിഫറൻസ് എടുക്കുക, അവിടെ ഉണ്ടാവും ആഡ് ഓൺസ്. അവിടെ ബൂൾ ടൂളാണ് സെർച്ച് ചെയ്യേണ്ടത്, BOOL. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് നമുക്ക് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത് ഹാംബർഗർ മെനു പോയിട്ട് ഓട്ടോ സേവ് ഓൺ ആക്കണം. അതിന് ശേഷം അല്ലെങ്കിൽ സേവ് പ്രിഫറൻസ് ഓൺ ആക്കുക, എന്നാലേ ഇത് നമുക്ക് ആക്റ്റീവായി കിടക്കുള്ളൂ. പിന്നെ നിങ്ങൾ ഓപ്പൺ ആക്കുകയാണെങ്കിലും എന്താക്കുക, 2 മെഷ് സെലക്ട് ചെയ്തു. പിന്നെ ഷോർട്ട് കട്ടാണ് Ctrl+. അപ്പോൾ ഇങ്ങനെ ബൂൾ ടൂൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആഡ് ആയെന്ന് കാണാൻ കണ്ടോ, മോഡിഫയറിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പ്ലസ് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ നംപാഡിലുള്ള പ്ലസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അല്ല നമ്മൾ ലാപ്ടോപ്പിൽ കീബോർഡിന് സെൻറ്ററിൽ വരുന്ന പ്ലസ് അല്ല, അല്ലാണ്ട് തന്നെ ഉള്ള പ്ലസ് ഉണ്ടാവില്ലേ സൈഡിലായിട്ടുള്ള, അത് യൂസ് ചെയ്യുക. അതില്ലാത്തവർ Ctrl+Shift+B കൊടുത്ത ശേഷം യൂണിയൻ എടുക്കുക. ഓക്കെ, ഞാൻ അടുത്ത യൂണിയൻ ശ്രദ്ധിച്ചാൽ മതി. Ctrl+Shift+B എടുത്ത ശേഷം എന്താ താഴെയുള്ള ഈ യൂണിയനാണ് സെലക്ട് ചെയ്യുന്നത്, കണ്ടല്ലേ. ഇനി എന്താക്കാം, എനിക്ക് ഇത് കുറച്ചുകൂടി ഇതിൻ്റെ അല്ലേ സ്മൂത്ത് ആക്കാനുണ്ട് ജോയിൻ്റൊക്കെ. അതിന് എന്താക്കുക, റീമെഷർ മോഡിഫയർ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്താക്കുക, ഞാൻ അതിൻ്റെ ഓൾറെഡി കൊടുത്ത ഈ മോഡിഫയർ അപ്ലൈ ചെയ്തു. ഇതിന് ബാക്കി വരുന്ന ബൂളിയൻ്റെ ഭാഗങ്ങളെ ഞാൻ ഒഴിവാക്കുകയാണ്. ഓക്കെ, ഇനി ഇതിപ്പോൾ ജോയിൻ ചെയ്ത മെഷ് കുറച്ചുകൂടി സ്മൂത്ത് ആക്കണം. അതിനാണ് റീമെഷ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ആഡ് പോയിട്ട് സെർച്ച് ചെയ്താൽ റീമെഷ് അടിച്ചാൽ മതി. കണ്ടോ, ഇതാണ് റീമെഷ്, REMESH. അപ്പോൾ ഫുള്ള് ഇത് അങ്ങനെ ആവുന്നത് കണ്ടോ, ഇതിൻ്റെ ഫുള്ളും ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ സ്മൂത്ത് സെലക്ട് ചെയ്തു, അതിന് ശേഷം ഇതിൻ്റെ നമ്പർ കൂട്ടാണ്, ഒരു 9. ഓക്കെ, അപ്പോൾ സാധാരണതൊക്കെ ആണെങ്കിൽ ഇത് ലൈക്ക് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നോർമൽ ലാപ്ടോപ്പ് ആണെങ്കിൽ ഹാങ് ആവാനുള്ള ചാൻസ്, കാരണം പോളിഗൺ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കി ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ 10 കൊടുത്തു. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാനിത് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ഇനി എന്താക്കാം, എനിക്ക് ഇത് കണക്ഷൻ കുറച്ചുകൂടി സ്മൂത്ത് ആക്കണം. അപ്പോൾ മോഡിഫയർ പോയി സെർച്ച് ചെയ്താലുണ്ടാവും സ്മൂത്ത് കറക്റ്റീവ്. ഈ സ്മൂത്ത് കറക്റ്റീവ് പറഞ്ഞ മോഡിഫയർ സെലക്ട് ചെയ്തു, ഇതിൻ്റെ ഫാക്ടർ 1 ആക്കി, റിപ്പീറ്റ് ഒരു 100 to 300 റേഞ്ചാണ്. ഞാൻ 300 സെലക്ട് ചെയ്തു. അത് നിങ്ങളെ ഇതനുസരിച്ചിട്ട് സെലക്ട് ചെയ്താൽ മതി. ആൻഡ് ഓൺലി സ്മൂത്താണ് സെലക്ട് ചെയ്തത്.
അപ്പോൾ കാണാൻ ജസ്റ്റ് നിങ്ങൾ ലാപ്ടോപ്സൊക്കെ മേ ബി ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ നോക്കി ചെയ്യട്ടോ ഇത് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ ജോയിൻസൊക്കെ സ്മൂത്തായ കാണാൻ കണ്ടില്ലേ, കട്ടിങ് ഒന്നുമില്ല, പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോളിഗൺ കൗണ്ട് കൂടുതലാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് കമ്പ്യൂട്ടർ ഹാങ് ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് കുറയ്ക്കണമെങ്കിൽ അടുത്ത മോഡിഫയർ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തു. ആദ്യം എന്താക്കുക, നമ്മൾ സ്മൂത്ത് കറക്റ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അടുത്ത ശേഷം മോഡിഫയർ ആണ് ഡെസിമേറ്റ് പറഞ്ഞ മോഡിഫയർ. ഇതിൻ്റെ പോളിഗൺ കൗണ്ട് കുറയ്ക്കാനുള്ള മോഡിഫയർ ആണ് ഡെസിമേറ്റ്. ഇതിൽ ഡെസിമേറ്റിൽ കൊളാപ്സിനെ സെലക്ട് ചെയ്തു, റേഷ്യോ ഞാൻ 0.5 സെലക്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കറൻറ്റ്ലി ഫേസ് കൗണ്ട് പറഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ട്. അപ്പോൾ നമുക്കിത് കുറേ നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ 2 സംതിങ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 ഉള്ളൂ. ഇനി എന്താക്കുക, നമുക്ക് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഇത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഫൈനലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എന്താക്കാം 2 മെഷ് തമ്മിൽ പെർഫെക്റ്റ്ലി ജോയിൻ ചെയ്യാം. ഇപ്പോൾ രണ്ടിടത്ത് ഡിഫറൻസ് നോക്കാം. ഞാൻ വേറെ രീതിയിൽ ബസ് നോർമലി കൺട്രോൾ ചെയ്ത് കൊടുത്തിട്ട് മോഡിഫൈ ചെയ്യുന്നത് ജോയിൻ ചെയ്യുന്നത് കാണിച്ചു തരാം. സിലിണ്ടർ എടുത്തു, ഷിഫ്റ്റ് ഡി കൊടുത്തു, റൊട്ടേറ്റ്, ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ അങ്ങനെ കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ 90 ഡിഗ്രിയിൽ നമുക്ക് തിരിക്കാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇത് സാമ്പിൾ ആണ് കാണിക്കാം കേട്ടോ. ജി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോർമലി എന്താക്കി കൺട്രോൾ ചെയ്ത് കൊടുത്തു. ഇവിടെ പോയിട്ട് ഓട്ടോ സ്മൂത്ത്. ഇവിടെ കണ്ടോ രണ്ടിനും വ്യത്യാസമുണ്ട്. ഇവിടെ കണ്ടോ നല്ല പെർഫെക്റ്റ്ലി ജോയിൻ ആയി കിടക്കുന്നുണ്ട് അല്ലേ. ഇവിടെ ആണെങ്കിലോ നമുക്ക് കട്ടിങ് കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ അതാണ് 2 മെത്തേഡിൻ്റെ ഡിഫറൻസ്. ഇത് കുറച്ച് നല്ല പെർഫെക്റ്റ്ലി ബ്ലെൻഡായിട്ട് കിടക്കുന്ന കാണാം, പക്ഷേ ഇവിടെ കട്ടിങ് കാണാം. ഓക്കെ, അപ്പോൾ ഹോപ്പ് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വീഡിയോ ഒബ്ജക്റ്റ് മോഡ് തന്നെ ആയിരിക്കും. ഒബ്ജക്റ്റ് മോഡ് സെക്കൻഡ് പാർട്ടാണ്. ഇതാ ബാക്കിയുള്ള ഈ ടൂൾസൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും. സ്നാപ്പ് ടൂൾ ഉണ്ട്, പിവറ്റ് പോയിൻ്റ് ഉണ്ട്, ട്രാൻസ്ഫോം ഓറിയൻറ്റേഷൻ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടായിരിക്കുമ്പോൾ ബാക്കി ആ ഗ്ലാസിൻ്റെ മെറ്റീരിയൽസും ലൈറ്റിങ്ങൊക്കെ നോക്കുന്നത്. സോ താങ്ക് യു ആൻഡ് സീ യു സൂൺ.